ആഴ്ചയിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രം തേച്ചാൽ മതി. പിന്നെ നിങ്ങളൊരു ഹെയർ പാക്കും മാസ്കും ടോണറും ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ. ഇത് 7 ദിവസത്തിൽ ഒരൊറ്റ ദിവസം നിങ്ങളുടെ മുടിയിൽ ചളി ഉണ്ടാകാൻ എന്ത് നിങ്ങൾക്ക് താരൻ്റെ ശല്യമാണെങ്കിലും എല്ലാം ഒരേ ഒരു യൂസിൽ മാറിക്കിട്ടുന്ന ഒരു ഹെയർ പാക്ക് തന്നെയാണിത്. ഇതെനിക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നതാണ്. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് എനിക്കിതിൻ്റെ ഇത്രയും ഗുണം അറിയുന്നത്. നിങ്ങളും ഇതൊരു പ്രാവശ്യം ഉപയോഗിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവും. നമ്മുടെ വീഡിയോ ഡയറക്ടർ ആരാന്ന് പല ആൾക്കാർക്കും സംശയം ഉണ്ടല്ലേ. എന്നാൽ അവനെ എല്ലാവരും കണ്ടോളൂ. നമുക്ക് വേണ്ടത് ആദ്യം കരിഞ്ജീരകം തന്നെയാണ്. നമ്മളെ അകാലനര തടയാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും നമ്മളെ കരിഞ്ജീരകത്തിന് നല്ല കഴിവുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ കറുത്തല്ല. ഇതും നമ്മളെ മുടിക്ക് സ്വാഭാവികമായ നിറം കിട്ടാനും അതുപോലെ തന്നെ ആയുർവേദം നിങ്ങൾക്കറിയാലോ ഒരുപാട് നല്ലതാണ് നമ്മളെ കറുത്ത പറ്റി പറയുന്നത് കേട്ടോ. അപ്പോൾ കറുത്ത എള്ള് നമ്മൾ മുടിയിലേക്ക് ഹെയർ പാക്കിലേക്ക് ഒരു ഒന്നന്തരം റെമഡിയാണ്. ഇതാരും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മളുടെ ഫ്ലാക്സ് സീഡാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മുടിക്ക് ഒരു കണ്ടീഷണറായിട്ട് ഇത് പ്രവർത്തിക്കും. മുടി നമ്മൾ അറ്റം വിളറിനതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പൊട്ടി പോവുക, നോർമലായിട്ട് മുടി ഇങ്ങനെ എന്താ പറയുക തിക്കില്ലാതെ വരിക, അതിനൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഫ്ലാക്സ് സീഡ് കൊണ്ടൊരു പാക്ക് ഈ കൂട്ടത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മുടി പെട്ടെന്ന് കട്ടി വയ്ക്കും. അതുപോലെ അറ്റം പൊട്ടി പിളർന്നതൊക്കെ മാറി നല്ല കണ്ടീഷണറായിട്ട് പ്രവർത്തിക്കാൻ ഈ നമ്മളെ ഫ്ലാക്സ് സീഡിന് കഴിവുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് ഫ്ലാക്സ് സീഡ് തന്നെയാണ്. ഓരോ ടീസ്പൂണാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഉഴുന്ന്, ഇത് കറുത്ത ഉഴുന്ന് വെച്ചാലും ആരും ഇതാക്കണ്ട. എൻ്റെ അടുത്ത് കറുത്ത ഉഴുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെള്ള ഉഴുന്നെടുത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചെറുപയറ് കണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ഉണക്കിയെടുത്തതാണ് കേട്ടോ. കഴുകി ഉണക്കിയെടുത്തതാണ്. നമ്മളെ മുടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഈ വേനലല്ലായിരുന്നു അതുകൊണ്ട്. അപ്പോൾ നമ്മളെ മുടിക്ക് നല്ല ബലം കിട്ടാനും നമ്മളെ മുടിക്ക് നല്ല പ്രോട്ടീൻ കിട്ടുന്ന ഒരു സംഭവങ്ങളാണ് ഈ രണ്ടും. അപ്പോൾ നമ്മൾ ഉഴുന്നും ചെറുപയറും ഒഴിവാക്കരുത്. അപ്പോൾ നമ്മളെ മുടി നല്ല കട്ടി വെച്ചതായിട്ട് നമുക്ക് തോന്നും. ഒറ്റ യൂസിൽ കട്ടി കൂടുക. നമ്മൾ കല്യാണത്തിനൊക്കെ പോണതിൻ്റെ തലേ ദിവസം നിങ്ങളിങ്ങനെ ഒരു പാക്ക് ഇട്ട് നോക്കുക, നിങ്ങളുടെ മുടി 4 ഇരട്ടിയായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഇത് ഒഴിവാക്കണ്ട, ഇത് നല്ലതാണ്. ഇത് നമ്മളെ ബദാമാണ് കണ്ടോ. ഇതിൽ വിറ്റാമിൻ ഇ ധാരാളമുണ്ട്. അപ്പോൾ മുടിക്ക് നല്ല തിളക്കം കിട്ടും ചെയ്യും, മുടി പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ബദാം ഈ പാക്കിൽ നിന്ന് ഒഴിവാക്കരുത്. അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് കറിവേപ്പിലയാണ്. അപ്പോൾ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ കറിവേപ്പിലയ്ക്ക് സാധിക്കും. പിന്നെ പുതിയ മുടികൾ വളരാൻ, കൊഴിഞ്ഞു പോയ സ്ഥാനത്തൊക്കെ പുതിയ മുടികൾ പെട്ടെന്ന് വളരും, കൊഴിച്ചിൽ നിൽക്കും ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് ഈ കറിവേപ്പില അത്യാവശ്യമാണ് നമ്മളെ മുടിക്ക്. അപ്പോൾ കറിവേപ്പില നിങ്ങൾ ആരും ഒരു കാരണവശാലും ഒഴിവാക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ നമ്മൾക്ക് മുടി വളർച്ചയ്ക്ക് സൾഫർ അത്യാവശ്യമാണ് കേട്ടോ. നമ്മളെ മുടി വളർച്ചയെ നല്ല പെട്ടെന്നാക്കാൻ സൾഫർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിൽ തടയാനും നമ്മൾക്ക് ഈ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതോടുകൂടി സാധിക്കും കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി നിങ്ങൾ എത്ര വേണമെങ്കിലും കൂട്ടാം. ഞാൻ 3 കൂട്ടിയുള്ളൂ. ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട്, അതാരും പേടിക്കണ്ട. സ്മെല്ലില്ലാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കറ്റാർവാഴയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ എ ഇ സി ഇങ്ങനെയൊക്കെ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എ ഇ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മുടി നന്നായിട്ട് കറക്കാൻ സഹായിക്കും നമ്മളെ കറ്റാർവാഴ. അതേപോലെ തന്നെ നമ്മളെ മുടിക്ക് നല്ലൊരു കണ്ടീഷണറാണ് നമ്മളെ കറ്റാർവാഴ. ഇത് കൂട്ടുന്നതോടുകൂടി നമ്മളെ മുടി പൊട്ടിപ്പോണതൊക്കെ തടയും. പിന്നെ ഒന്നിനോടൊന്ന് തൊടാതെ ഇങ്ങനെ നിൽക്കൂട്ടോ നമ്മളിങ്ങനെ കറ്റാർവാഴയൊക്കെ ഉപയോഗിക്കുമ്പോഴേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുടി കട്ടി വെച്ചതുപോലെ തോന്നും ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്ന് പുതിയ മുടികൾ തഴച്ച് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ട പാക്കാണ്. പിന്നെ നമ്മൾ ഈ കറ്റാർവാഴയിൽ പ്രോട്ടിയോലിറ്റിക് എന്ന എൻസൈമുകൾ ധാരാളമുണ്ട്. അപ്പോൾ നമ്മളുടെ മൃതകോശങ്ങളെ പുറന്തള്ളാൻ സാധിക്കും അത് കാരണം. പിന്നെ നമുക്ക് പുതിയ കോശങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യും. അതോടുകൂടി നമ്മളെ മുടിയിലും തലയിലും നല്ല തലയോട്ടിയിൽ ഹെയർ ഗ്രോത്ത് കൂടുന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ. അങ്ങനെ ഹെയർ ഗ്രോത്ത് കൂടാൻ നമ്മളെ തീർച്ചയായും ഉപയോഗിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മളെ കറ്റാർവാഴ. അപ്പം നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതൊക്കെ തലേ ദിവസം തന്നെ കണ്ടോ മക്കളെ കുതിർത്തുകയാണ് വേണ്ടത്. കണ്ടോ ഈ എല്ലാം കൂടി നമ്മൾ കഴുകാത്തവരൊക്കെ ഇത് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകണം. ഇതിൽ നമ്മളെ ഉള്ളി, കരിഞ്ജീരകം, ഉലുവ, ചെറുപയർ, ഫ്ലാക്സീഡ്, പിന്നെ എല്ലാം ചെറുപയറൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ നമ്മളെ ചെറിയ ഉള്ളി ഞാൻ കൈ പിടിച്ചിരിക്കുകയാണ് കണ്ടോ, ചെറിയ ഉള്ളി കണ്ടോ. പിന്നെ നമ്മൾ കണ്ടോ ബദാം, അത് കുതിർന്നു. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം കേട്ടോ. കണ്ടോ ഇത് കുതിരുകൊണ്ട് കണ്ടോ, അതിൻ്റെ തൊലി നമുക്ക് വേണ്ട കേട്ടോ, അത് നമുക്ക് ദോഷമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടാനാട്ടോ. അത് ഞാൻ തൊലി മുഴുവൻ കളയും കണ്ടോ, അങ്ങനെ പോരും കേട്ടോ. അത് കുതിർന്നാൽ പിന്നെ തൊലി പോരാൻ എളുപ്പമാണ് കണ്ടോ. ഇത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കണം.
അല്ലാതെ ഒന്ന് ക്രഷ് ചെയ്താൽ പോരാ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോട്ടീനുകളൊന്നും അല്ലെങ്കിൽ നമ്മളെ സ്കാൽപ്പിലേക്ക് എത്തില്ല, നമ്മൾ ക്രഷ് ചെയ്യുക മാത്രം ചെയ്താൽ. അപ്പോൾ ഈ 2 ബദാമും ഞാനിങ്ങനെ ഇതേപോലെ ഇതിലേക്ക് തൊലി കളഞ്ഞിടും. അപ്പോൾ നമ്മൾ കറ്റാർവാഴ ഇങ്ങനെ ഒരു ചീർപ്പോണ്ട് ഇതിലേക്ക് കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് മുഴുവൻ എടുക്കുക. ഇപ്പോൾ നമ്മൾ കത്തി കൊണ്ട് എടുത്താലും മതി കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം വെച്ചാൽ അങ്ങനെ എടുത്തോ. ഞാനിത് ഇങ്ങനെ എടുക്കാറ് പതിവ്, എന്നാൽ പിന്നെ സുഖമാണ്. ഇതിൻ്റെ പച്ചത്തൊലി ഒരു ചെറിയ ചൊറിച്ചിൽ വരും കേട്ടോ. പിന്നെ അതുപോലെ കറ്റാർവാഴ നിങ്ങളാരും ഒരു 10-20 മിനിറ്റ് മുന്നെങ്കിലും മുറിച്ചിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതിനൊരു ചുവന്ന മഞ്ഞ കറ വരാണ്ട്, അത് ചിലവർക്ക് ചൊറിച്ചിൽ വരും, അത് നമുക്ക് മുടിക്ക് നന്നല്ല, അത് ദോഷമാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കറ്റാർവാഴയുടെ ആ ഭാഗം മുറിച്ച് വെച്ചിട്ട് നല്ലോണം കഴുകി നല്ലൊരു തുണി കൊണ്ട് തുടച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ നമ്മൾ കറ്റാർവാഴ ഇതിലേക്ക് ഇതേപോലെ അപ്പോൾ നമ്മൾ ഇതൊക്കെ മിക്സിയിലേക്ക് നന്നായിട്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ച് വരാം കേട്ടോ. എന്നിട്ട് അങ്ങനെ തേക്കണമെന്നില്ല, നിങ്ങളൊന്ന് അരിച്ചോളുണ്ടോ. അപ്പോൾ നമ്മൾക്ക് കറിവേപ്പില അത് മുഴുവനൊന്നും വേണ്ട, 2 തണ്ടിൻ്റെ ഇല എടുത്താൽ മതി കേട്ടോ കറിവേപ്പില. അപ്പോൾ നമ്മൾ 2 തണ്ടിൻ്റെ ഇല എടുക്കുക. ഇതിൽ വല്ല മാറുകയില ചലന്തിയെന്നൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കണം കേട്ടോ. അത് വീട്ടിലുള്ളതാണ്, അതുകൊണ്ട് അത്ര പ്രശ്നക്കാരനല്ല. അപ്പോൾ ഞാനിത് ഒന്നും കൂടി കഴുകും കേട്ടോ. വീട്ടിൽ നിന്ന് എടുത്തോടുന്ന് പൊട്ടിച്ചിട്ട് ഓടി വന്നെന്നാണ്. അപ്പോൾ അതിലേക്ക് വാരിയിടുക, എന്നിട്ട് ഞാൻ അരയ്ക്കണുള്ളൂ കേട്ടോ. കണ്ട അതിലേക്ക് ഇട്ടു, ഇനി ഒന്ന് നല്ലോണം കഴുകട്ടെ. നല്ല മാറുകലി ഉണ്ടെങ്കിൽ എനിക്ക് ചൊറിയും. നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരുന്നേയുള്ളൂ, നിങ്ങൾക്കൊന്നും ചൊറിയില്ല, എനിക്ക് ചൊറിയും. അപ്പം ഞാൻ നന്നായിട്ട് ഇതിനെ അരച്ച് വരട്ടെ കേട്ടോ. പിന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം തേക്കണ ദിവസം നന്നായിട്ട് എണ്ണ കുളുക്കനെ നമ്മളുടെ ശിരസ് മുതൽ നമ്മളെ മുടിയുടെ തുമ്പ് വരേക്ക് തേക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എണ്ണ ഇല്ലാതെ ഈ ഹെയർ പാക്ക് ഇടരുത്, കാരണം മുടി അത്യാവശ്യം ഇതാവും. എന്താ വെച്ചാൽ എണ്ണ പറ്റ കളയാനുള്ള ഒരു കഴിവുള്ള സംഭവം അത്, ഡാൻഡ്രഫൊക്കെ പോകും കേട്ടോ. അപ്പോൾ മുടി നല്ല സിൽക്കി സ്മൂത്തി ആയിട്ട് കിടക്കും ചെയ്യും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം എണ്ണ കണ്ടോ, ഇത് നമ്മളെ കേശസഞ്ജീവനിയാണ് കേട്ടോ. ഈ എണ്ണ നമ്മളെ കേശസഞ്ജീവനിയാണ്. അത് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം കണ്ടോ കയ്യിലിട്ടൊന്ന് ചൂടാക്കി കണ്ടോ, നല്ലോണം സ്കാൽപ്പിൽ കണ്ടോ നല്ലോണം തേക്കണം. ഇനി നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും നെറുകിൽ എണ്ണ ഇടണം എന്ന് ഞാൻ പറയാറില്ല അല്ലേ, നെറുകിൽ എണ്ണ ഇടണം എന്ന് പറയാറില്ല. ഈ പാക്ക് തേക്കണ ദിവസം കണ്ടോ നിങ്ങൾ കണ്ടോ ഇത്ര എണ്ണ എടുത്തിട്ട് കണ്ടോ നിങ്ങളെ ശിരസിൽ വെച്ചോളൂ കേട്ടോ. ഈ പാക്ക് തേക്കണ ദിവസം മാത്രം കണ്ടോ ഇത് നമ്മളെ ശിരസിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്ര നമ്മളെ ശിരസിലെ ഉഷ്ണമൊക്കെ നമ്മൾക്ക് ഉഷ്ണം കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ശിരസിൽ എണ്ണ ഇടണം. പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, നല്ലെണ്ണയൊക്കെ നമ്മൾ നെറുകിലിട്ടിരുന്നത് സ്ത്രീകളെ എണ്ണ പോലെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളിങ്ങനെ എണ്ണ കേശസഞ്ജീവിനി നെറുകിലിടണം കേട്ടോ. ആ ദിവസം നിങ്ങൾ ഈ പാക്ക് തേച്ചോളൂ. അപ്പോൾ അതിന് കണ്ടോ നല്ലോണം എണ്ണ തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണ വേണ്ടവരൊക്കെ എൻ്റെ നിന്ന് ഓർഡർ എടുത്തോളൂ കേട്ടോ. ഇനി ഓർഡർ എടുത്തതിൻ്റെ ശേഷമുള്ളൂ ഞാൻ എണ്ണ കാച്ചി. അപ്പോൾ ഓർഡർ എടുത്തവർക്കൊക്കെ ഒരുവിധം നമുക്ക് കൊടുത്തു കഴിഞ്ഞു, ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഓർഡർ എടുത്തതിന് ശേഷം നമ്മൾ എണ്ണ ഉണ്ടാക്കിയതിന് ശേഷം അപ്പോഴേക്കും ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ എത്തിയതിന് ശേഷം പൈസ കൊടുത്താൽ മതി, അഡ്രസ്സ് തന്നാൽ മതി കേട്ടോ എനിക്ക്. അപ്പോൾ എല്ലാവരും അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം, 96 56 16 29 90. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് ഓരോരുത്തരെ ഈ കേശസഞ്ജീവനി എത്ര വേണം എന്നതും എഴുതി വിട്ടാൽ മതി കേട്ടോ. ആ അഡ്രസ്സിൽ ഞങ്ങൾ അയച്ചു തരും. പോസ്റ്റ്മാൻ നിങ്ങളുടെ കയ്യിൽ എണ്ണ കൊണ്ടുതരുന്ന ദിവസം മാത്രം നിങ്ങൾ പൈസ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്താൽ മതി. ഓക്കെ. അപ്പം നല്ല ഒത്തിരി എണ്ണ പാരണം കേട്ടോ തലപ്പത്തൊക്കെ. സ്പ്ലിറ്റ് എൻഡ് പോകാനുള്ള മരുന്നുകളാണ് നമ്മളിപ്പോൾ ഇതിൽ കലർത്തിയിട്ടുള്ളത്, മനസ്സിലായോ? അപ്പോൾ നിങ്ങളെ സ്പ്ലിറ്റ് എൻഡൊക്കെ പറ്റ മാറുന്നത് ഒരു യൂസിൽ നിങ്ങളുടെ സ്പ്ലിറ്റ് എൻഡ് പോയിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല എണ്ണ കുളുക്കൻ തേച്ചിട്ട് ഈ പാക്കറ്റ് കഴിഞ്ഞാൽ മതി. അപ്പം നല്ല എണ്ണ കയ്യിലെടുത്തിട്ട് നിങ്ങളിപ്പോൾ എല്ലായിടത്തും കൂടി എണ്ണ ആക്കിയില്ലേ, ഇനി നല്ലൊരു മസാജ് കേട്ടോ. ഒരു 2-3 മിനിറ്റ് നിങ്ങൾ ഇതേപോലെ ഒരു മസാജ് കൈ ചൂടാക്കിയിട്ട് കൊടുക്കണം. പല കുട്ടികൾക്കും മുടി എന്താ അറിയില്ല, അമ്മേ കൊഴിയണു പൊട്ടിപ്പോണു അകാലനര എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ എണ്ണ ഇങ്ങനെ സ്ഥിരം തേച്ച് കഴിഞ്ഞാൽ പതുക്കെ നിങ്ങളുടെ മുടി നല്ല മുടിയായി വരണം. നിങ്ങൾക്ക് കാണാം, അല്ല കുളിർമ മുടിയായിട്ട് വരും കേട്ടോ. എൻ്റെ മുടിയും ചകിരി പോലുള്ളൊരു സമയം ഉണ്ടായിരുന്നു, കൊഴിഞ്ഞ് തീർന്നിട്ട് ഇപ്പം എനിക്ക് അത്യാവശ്യം ഒരു ചുരുണ്ട മുടിയൊക്കെ ആയി കണ്ടോ. ഇത് വളരുന്ന മുടിയുടെ ലക്ഷണമാണ് ഒരു ചുരുളിച്ചൊക്കെ. അപ്പോൾ നല്ല നിങ്ങൾക്കും ഇതുപോലെ വരും. എനിക്ക് കുറച്ചൊക്കെ പ്രായമായില്ലേ, അപ്പോൾ നിങ്ങൾ ചെറുപ്രായക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മുടി വളരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഹെയർ പാക്ക് തേച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ നിങ്ങൾ തലയിൽ വെച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ ചെറിയ ഉള്ളിയുടെ വാസന വല്ലാതെ ഉണ്ടെന്ന് തോന്നണവരോ ഒരു ഗ്രാമ്പു അതിലിട്ട് അടിക്കണം കേട്ടോ. ഞാൻ അത് മിസ്സായിപ്പോയി. ഞാനൊരു ഗ്രാമ്പു അവിടെ നിന്ന് അടിക്കൽ കഴിഞ്ഞിട്ടാണ്, അയ്യോ അത് കാണിച്ചില്ലല്ലോ വീഡിയോയിലെന്ന്
ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഇതിനൊരു നല്ല മണാട്ടോ വരുന്നത്. അതിനൊരു ഗ്രാമ്പൂവിൻ്റെ മണം, ചെറിയ ഉള്ളിയുടെ മണം വരുന്നില്ല. കണ്ടോ, അതിന് നല്ലൊരു ഗ്രാമ്പൂവിൻ്റെ മണം വരുന്നുണ്ട്, ഉള്ളിയുടെ മണേ വരുന്നില്ല. അപ്പം നിങ്ങൾ ഒരു ഗ്രാമ്പൂ എന്നാൽ നീർവീഴ്ച വരില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് മുടിയിലൊക്കെ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. ബാക്കി ഉണ്ടെങ്കിൽ മുടിയിൽ. ഇതൊരു ഇൻഗ്രീഡിയൻസ്, ഇത് അമ്മ മുഖത്ത് തേക്കാനാണ്. നമ്മളെ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടേ പല കുട്ടികൾക്കും ഉണ്ടാവില്ലേ, എണ്ണ തേച്ചിട്ട് ഹെയർ പാക്ക് മുഖത്ത് ഫേസ് പാക്ക് ഇടാൻ പാടുണ്ടോ എന്ന് തേക്കാം. എണ്ണ കഴുകി കളയണതിൻ്റെ മുന്നേ നമുക്കിത് തേച്ചിട്ട് ഒപ്പം കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ മുഖത്തെ എണ്ണ മെഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലേശം ചെറുപയർ പൊടിയോ എന്തെങ്കിലും ഇത് കഴിഞ്ഞിട്ട് മുഖത്തെ എണ്ണ പോയിട്ടില്ലെങ്കിൽ അപ്പോൾ തേച്ചാൽ മതി. അല്ല പോയിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞിട്ട് ഒന്ന് മുഖം കഴുകി കളഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്താ മുഖത്ത് തേക്കാറ് സാധാരണ വെച്ചാൽ അതൊക്കെ തേക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒന്നുമല്ല മക്കളെ, നമ്മൾ ഇഡ്ലിയുടെ മാവാണ് കണ്ടോ, ദോശയുടെ മാവും ഇഡ്ലിയുടെ മാവും കണ്ടോ. ഇത് മുഖത്ത് നല്ലതാണ് കേട്ടോ തേക്കാൻ. പക്ഷേ ഞാൻ ആദ്യം എന്ത് ചെയ്യട്ടെ എന്നോ, നമ്മളിത് മുഖത്ത് തേച്ചാൽ ഇപ്പോഴേക്ക് എന്താണെന്നറിയോ, പിന്നെ ഹെയർ പാക്ക് ഇടാൻ സമയം അപ്പോൾ അത് ഒലിക്കുമെന്ന് അറിയില്ല അതിലേക്ക്. അപ്പോൾ കുറച്ച് കുളിമുറി ചെന്നിട്ട് ബാക്കി തേക്കാല്ലേ. പിന്നെ ഞാൻ കുറച്ച് തുണികളിലൊക്കെ സോപ്പ് ഇട്ടിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇടാണ്ടേ. അപ്പോഴൊക്കെ എൻ്റെ മുഖത്തൊക്കെ പിടിക്കട്ടെ അല്ലേ, മുഖത്തും ഇതൊക്കെ എങ്ങനെയാലും തേച്ച് കാണിച്ചു തരാം. ഇത് തേക്കണില്ല പറയും ചിലപ്പോൾ കുട്ടികളെ, കാണിച്ചേ ഉള്ളൂന്നേ. അപ്പോൾ നല്ല മുഖം ഗ്ലാസ് പോലെ തിളങ്ങൂട്ടോ. നമ്മളെ ഉഴുന്ന് നല്ല ഉഴുന്ന് നല്ലതാണ് നമ്മളെ മുഖത്തേക്ക്. അപ്പോൾ ഉഴുന്നും അരിപ്പൊടി. ഇനി നിങ്ങൾക്കിത് മാവിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് തൈര് കൂട്ടിയിട്ട് ഒന്നും ലൂസാക്കാം കേട്ടോ. ഞാൻ ഇന്നത്തെ തൈര് കൂട്ടിയില്ല, എൻ്റെ മാവ് ഇന്ന് അത്യാവശ്യം ലൂസായി. ഞാൻ തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചേർക്കണം വിചാരിച്ചിട്ട് കണ്ടോ. അപ്പം ഞാൻ ഒരു വെടിക്ക് 2 പക്ഷിയാണ്. മുഖ സൗന്ദര്യത്തിനുള്ളതും പറഞ്ഞു തന്നു, മുടി നന്നായി വളരാനുള്ളതും പറഞ്ഞു തന്നു. മനസ്സിലായില്ലേ? അപ്പം നമ്മളേ ഇത് അത്യാവശ്യം ലൂസാട്ടോ. എൻ്റെ മുഖം കണ്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത് തലയിൽ നല്ല ഇങ്ങനെ തേക്കുക കണ്ടോ. 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ മതി. നല്ല എണ്ണ മെഴുക്കൊക്കെ പോയി നല്ല ക്ലീൻ ആവട്ടോ നമ്മൾ തലയോട്ടിയൊക്കെ. ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണം. നല്ലതാണ് മക്കളെ, കണ്ടല്ലോ. ഇനി ഞാനിതേ കുളിമുറി പോയിട്ട് തേക്കാവും കുട്ടികളെ, അല്ലെങ്കിൽ വഷളാവും. എൻ്റെ മേലിൽ കൂടി മുഖത്തേക്ക് പൊലിച്ചു പോവും. ഇതൊരു കുറഞ്ഞൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കണ്ടോ. നമ്മൾ അരിക്കണേ, അരിച്ചില്ലെങ്കിൽ നല്ല കട്ടയാവും കേട്ടോ. അപ്പോൾ നമ്മൾ വേണ്ട അതിൻ്റെ കുതിർത്തിയ വെള്ളത്തിൻ്റെ പശമൊന്നും പോകരുത് വെച്ചിട്ട് ഞാൻ അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചു. അപ്പോൾ നമ്മളിത് 20 മിനിറ്റ് കഴിഞ്ഞാൽ കുളിക്കും കേട്ടോ. അപ്പം അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അത് നല്ല കുളിമുറി പോയിട്ട് തേക്കട്ടെ കേട്ടോ. അതിനൊക്കെ ആവുക വീണ എന്താ ചെയ്യുക, ടൈൽസ് അല്ലേ വഴുക്കും. ഇതിനൊരു ഇതുണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ടാവുകൊണ്ട് ഒരു വഴുപ്പുണ്ട് ഇതിന്, ഉലുവയും കൂടി ആയിട്ട് കേട്ടോ. നല്ല വഴുന്നുണ്ട് കൈയൊക്കെ. അപ്പോൾ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്യുക. അപ്പം അമ്മ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സുന്ദരി കുട്ടികളോടൊക്കെ അമ്മ പറയാണ്, ലക്ഷ്മി കുട്ടികളോടൊക്കെ പറയാണ്, ക്യാഷ് ഓൺ ഡെലിവറിയാണ്, എല്ലാവരും ഓർഡർ എടുത്തോളൂ, പൈസ പോസ്റ്റ്മാൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ. അപ്പോൾ ഇനി നമ്മളെ മുഖം ഗ്ലോ ആയിട്ട് നിൽക്കാൻ ഇത് നമ്മളെ ഇതാണ് കേട്ടോ, ക്യാരറ്റ് ഓയിലാണ്. അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റ് തന്നെയാണ്. എങ്കിലും നമ്മൾ മഞ്ചിഷ്ട, ഇരട്ടി മധുരം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നാളികേരപ്പാൽ, വെളിച്ചെണ്ണ, രാമച്ചം, പിന്നെ പച്ചക്കർപ്പൂരം, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ മുഖം നല്ല ചന്ദ്രനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ഇത് വാങ്ങിയിട്ട് എല്ലാവരും ഉപയോഗിക്കുക. എല്ലാവരും സുന്ദരി കുട്ടികളാവുക. അപ്പം മുഖത്തെ കരിമങ്കല്ലിയോ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ നിശേഷം പോകട്ടോ. കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് കളർ ഇതൊക്കെ നിശേഷം മാറുന്നതാണ്. ഇനി ആർക്കെങ്കിലും നാൽപ്പാമരാതി എണ്ണ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ നാൽപ്പാമരം കൂടിയും കൂട്ടും. മനസ്സിലായില്ലേ? നാളികേരപ്പാൽ, അതിൽ കുറച്ചും കൂടി നമ്മൾ കച്ചോലം അങ്ങനെയൊക്കെ കൂട്ടുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ഈ മഞ്ചിഷ്ടൊക്കെ അതിലും കൂട്ടുന്നുണ്ട് കേട്ടോ, കച്ചോലമൊക്കെ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് വഴിയേ പറയാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുഖം നന്നായി തിളങ്ങാൻ നമ്മൾ ആയുർവേദത്തിലുള്ള മരുന്നാണ് നമ്പർ 1. അപ്പോൾ അത് വേണ്ടൊരു ഓർഡർ തന്നാൽ മാത്രം ഞാൻ ഉണ്ടാക്കി തരും. ക്യാഷ് ഓൺ ഡെലിവറിയാണ്. പൈസ ആദ്യം തരണ്ട, സാധനം അവിടെ എത്തിയതിന് ശേഷം പോസ്റ്റ്മാൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. വേണ്ടൊരു ഓർഡർ തന്നോളൂ. 96 56 16 29 90 ഈ നമ്പറിലേക്ക്. ഈ നമ്മളുടെ ക്യാരറ്റ് ഓയിൽ വേണ്ട വെച്ചാൽ അതിൻ്റെ ഓർഡർ തരിക. നാൽപ്പാമരാതി എണ്ണ വേണമെങ്കിൽ അതിൻ്റെ ഓർഡർ തരിക. ഓർഡർ എടുത്തിട്ട് ഇനി അമ്മ കാച്ചിനുള്ളൂ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മളെ കേശസഞ്ജീവനിക്കാണ് കൂടുതൽ ഓർഡർ. അതൊക്കെ നമ്മൾ പാക്ക് ചെയ്തു. ഇതാ ഇന്നലെ പാക്ക് ചെയ്യൽ കഴിഞ്ഞ് ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. ഇനി വേണ്ടൊരു ഓർഡർ എടുക്കുക. ഒക്കെ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വേണ്ടൊരു ഓർഡർ തരിക. അതിനനുസരിച്ച് ഞാനിനി എണ്ണ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിത് അമ്മി ഇത് മുഖത്ത് നല്ല തേക്കും, പേടിക്കാനൊന്നുമില്ല കേട്ടോ. അത് ഇന്നത്തെ ദിവസം നമ്മളിത് കുറച്ച് കുളിക്കനെ തേക്കും കേട്ടോ. നമ്മൾ ദേഹം മുഴുവൻ എണ്ണ തേച്ച് കുളിക്കുന്ന ദിവസമാണ്. എന്നാൽ കണ്ട കയ്യിലൊക്കെ നല്ലോണം തേക്കാം കേട്ടോ. ഒരു പേടിയില്ല. കണ്ട മുഖത്തൊക്കെ കുളുക്കനെ തേക്കാം കേട്ടോ. നമുക്ക് ഒരു പേടിയും പേടിക്കണ്ട.
ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ തേക്കാൻ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡെയിലി തേക്കാൻ നമുക്ക് നല്ല നിറം വയ്ക്കും കേട്ടോ. അല്ലാതെ മുഖത്ത് എണ്ണ തേച്ച് മസാജ് ചെയ്യാം, പക്ഷേ പാക്കുകളൊന്നും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരക്കരുത് കേട്ടോ. മുഖം നമ്മൾ പതുക്കെ വെള്ളം നനച്ചിട്ട് പതുക്കെ കഴുകി കളയാനേ പാടുള്ളൂ. നമ്മളെ മുഖത്ത് സ്ക്രാച്ച് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മുഖചർമ്മം അതീവ ലോലാണ് കേട്ടോ. കൈ കാല് പോലെ ഒന്നല്ല മുഖചർമ്മം, മനസ്സിലായല്ലോ. നമ്മുടെ വീഡിയോ ഡയറക്ടർ ആരാന്ന് പല ആൾക്കാർക്കും സംശയം ഉണ്ടല്ലേ. എന്നാ അവനെ എല്ലാരും കണ്ടോളൂ. ഇതാ കുട്ടാ വാ. അമ്മ വേണ്ടമ്മ, ഞാൻ വരുന്നില്ല അമ്മ. വാടാ അമ്മ ഞാൻ ഇല്ല അമ്മ. അമ്മ എല്ലാവരും ഇടയിൽ വെച്ച് ഞാൻ കളിയാക്കാൻ വേണ്ടിട്ടല്ലേ, ഞാൻ വരുന്നില്ല. പെൺകുട്ടികൾക്കുള്ള എണ്ണയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് കേട്ടിട്ടേ മാലയൊക്കെ കഴുത്തിലിട്ടിട്ടാവോ പെൺകുട്ടികളെ കമന്റ് അടിക്കാനൊക്കെ. എങ്ങനെയുണ്ട് അമ്മ മാല? കൊള്ളാവാ? എല്ലാവരും നോക്കിക്കേ. സൂപ്പർ മാല. ഐ എന്ത് ചന്താണ്. നമുക്ക് ഞാനൊരു പുതിയ ടിപ്പ് പറഞ്ഞേരത്തമ്മ. ഞാൻ നേരെ ശ്രദ്ധിച്ച് കേട്ടോ. കുറച്ച് ഉഴുന്ന്, കുറച്ച് ഉലുവ, ഇത് രണ്ടും നന്നായിട്ട് അരയ്ക്കുക. അതിൽ കുറച്ച് അരിയും കൂടി ചേർക്കാൻ മറക്കരുതേ. അല്ല കുട്ട, ഇതെന്താ മുഖം വിളിക്കാനോ? അമ്മയ്ക്കൊരു കല്യാണം ഉണ്ട്, അതിനുള്ള ടിപ്പാവൂലേ? ആയിട്ട് നീ മുഖം വിളിക്കാൻ കണ്ടുപിടിച്ച ഒരു ടിപ്പാണോ? അല്ല അമ്മ, ഇത് രണ്ടും കൂടി നന്നായിട്ട് അരച്ചിട്ട് നമ്മള് വലിയ ചട്ടി മെങ്കാതെടുക്കാം. ആ ചട്ടിയില് ഇത് പാർന്നിട്ട് നല്ല ചൂടായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ. ഹായ് ഹായ് ഹായ്. എടാ അനക്ക് തീറ്റയുടെ കാര്യം മാത്രമേ ഉള്ളൂ? വെറുതെ അല്ല അമ്മ പുറത്ത് ഉഴുന്ന് ഉലുവൊക്കെ ഇങ്ങനെ തീരുന്നല്ലേ. ഞാൻ അച്ഛനോട് പോയി പറയുന്നുണ്ട്. അമ്മ ഏതായാലും എയർപാക്ക് ഉണ്ടാക്കല്ലേ, കുറച്ചിന്റെ ഈ മുടിയിൽ മുടി ഒന്ന് പറ്റിത്തരൂട്ട് അമ്മ. ഏതായാലും മുടി ഒന്ന് വളരെയോ നോക്കട്ടെ ട്ടാ. ശരി എന്നാ അമ്മ, എല്ലാരോടും ഞാൻ പോവാണ്. അപ്പൊ ഇനി ടാറ്റ, ബൈ ബൈ, സീ യു. ഓക്കെ.